സൗദി അറേബ്യയിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കൻ വ്യോമസേനയുടെ 5 ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ തകർന്നതായി റിപ്പോർട്ട്. വാൾസ്ട്രീറ്റ് ജേണലും റോയിട്ടേഴ്സുമാണ് ഈ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ വ്യോമതാവളത്തിൽ ഇന്ധനം നിറയ്ക്കുന്നതിനായി എത്തിയ വ്യോമസേനാ വിമാനങ്ങളാണ് തകർക്കപ്പെട്ടിരിക്കുന്നത്. 2 ഉന്നത അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ആദ്യം അമേരിക്കൻ മാധ്യമമായ വാൾസ്ട്രീറ്റ് ജേണലാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. ആക്രമണത്തിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടതായ വിവരമോ മറ്റ് നാശനഷ്ടങ്ങളുടെ വിവരമോ ഇതുവരെ പുറത്തുവന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇറാനെതിരായ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി സൈനിക നീക്കത്തിന്റെ ഭാഗമായെത്തിയ KC-135 സൈനിക വിമാനം ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പ് തകർത്തതിന് പിന്നാലെ നടന്ന ഈ സംഭവം അമേരിക്കൻ സൈനിക ആസ്ഥാനമായ പെന്റഗണെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇത്തരം ഇന്ധനം നിറയ്ക്കുന്ന ഒരു വിമാനത്തിന് ഏകദേശം 1400 കോടിയിലധികം വില വരുന്നതാണ്. അങ്ങനെ കണക്കാക്കിയാൽ തകർക്കപ്പെട്ട വിമാനങ്ങളിലൂടെ 8400 കോടിയിലധികമാണ് ഒറ്റയടിക്ക് അമേരിക്കയ്ക്ക് നഷ്ടമായിരിക്കുന്നത്. ബോയിംഗ് നിർമ്മിച്ച KC-135 സ്ട്രാറ്റോ ടാങ്കർ ആദ്യമായി അമേരിക്കൻ വ്യോമസേനയിൽ സേവനമനുഷ്ഠിച്ചത് 1950കളുടെ അവസാനത്തിലാണ്. ആകാശത്ത് വെച്ച് കൂടുതൽ നേരം പറന്നുകൊണ്ടുതന്നെ മറ്റു വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുവാൻ സാധിക്കുന്നതിനാൽ യുദ്ധമേഖലയിൽ ഇത്തരം വിമാനങ്ങൾ അമേരിക്കയെ സംബന്ധിച്ച് അനിവാര്യമാണ്. ഇറാനുമായി ബന്ധപ്പെട്ട നിലവിലെ അമേരിക്കയിലെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളിൽ ഈ ടാങ്കർ വിമാനങ്ങൾ വലിയ പങ്കാണ് വഹിച്ചുവന്നിരുന്നത്. അമേരിക്കൻ വ്യോമസേനയുടെ ഔദ്യോഗിക രേഖയിൽ കാണിക്കുന്നത് ഈ വിമാനങ്ങൾക്ക് മണിക്കൂറിൽ ഏകദേശം 530 മൈൽ വേഗത കൈവരിക്കാൻ കഴിയുമെന്നും അത് വഹിക്കുന്ന ഇന്ധനത്തിന്റെയും കൈമാറ്റം ചെയ്യുന്നതിന്റെയും അളവനുസരിച്ച് ഏകദേശം 11,000 മൈൽ ദൂരം സഞ്ചരിക്കാൻ കഴിയുമെന്നുമാണ്. സാധാരണയായി 4 ക്രൂ അംഗങ്ങളാണ് വിമാനം പ്രവർത്തിപ്പിക്കാനുണ്ടാകുക. വിദഗ്ധ പരിശീലനം ലഭിച്ച ഒരു പൈലറ്റ്, കോ പൈലറ്റ്, നാവിഗേറ്റർ, ബൂം ഓപ്പറേറ്റർ എന്നിവരും അമേരിക്കൻ കമാൻഡോകളിൽ ചിലരും വിമാനത്തിലുണ്ടാകും. ഈ വിമാനം വളരെ വലുതാണ്. ഏകദേശം 136 അടി നീളവും ഏകദേശം 130 അടി ചിറകുകളുമുണ്ട്. കൂടാതെ 50,000 അടി ഉയരത്തിൽ പോലും ഇതിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന പ്രത്യേകതയുമുണ്ട്. ഇറാൻ അമേരിക്ക യുദ്ധമുഖത്ത് അമേരിക്കൻ യുദ്ധവിമാനങ്ങളെയും ബോംബറുകളെയും നിരീക്ഷണ വിമാനങ്ങളെയും നിശബ്ദമായി പിന്തുണയ്ക്കുന്ന ടാങ്കർ വിമാനങ്ങൾ കൂട്ടത്തോടെ തകർക്കപ്പെട്ടത് അമേരിക്കയെ സംബന്ധിച്ച് അപ്രതീക്ഷിത പ്രഹരം തന്നെയാണ്. അതേസമയം മേഖലയിൽ വിന്യസിച്ചിരുന്ന അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളായ USS എബ്രഹാം ലിങ്കണും USS ജെറാൾഡിനും ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് മേഖലയിൽ നിന്നും പിന്മാറേണ്ടി വന്നതായ റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ യുദ്ധകാഹളം മുഴങ്ങുമ്പോൾ അതിന്റെ പ്രകമ്പനം ദൂരെയുള്ള ഇന്ത്യൻ അടുക്കളകളിലും പ്രതിഫലിക്കുകയാണ്. ലോകത്തിന്റെ ഊർജ്ജ കവാടം എന്നറിയപ്പെടുന്ന ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഉയർത്തുന്ന ശക്തമായ വെല്ലുവിളികളും അമേരിക്ക ഇസ്രയേൽ സഖ്യത്തിന്റെ നീക്കങ്ങളും ആഗോള ഇന്ധന വിപണിയെ മുൾമുനയിൽ നിർത്തുന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഷിപ്പിംഗ് പാതയിലൊന്ന് സ്തംഭിച്ചതോടെ ഇന്ത്യയിലേക്കുള്ള LPG വിതരണം താളം തെറ്റിയിരിക്കുകയാണ്. പേർഷ്യൻ ഗൾഫിലെ ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ് ഇന്ത്യയുടെ LPG ഇറക്കുമതിയുടെ 80-90% കടന്നുവരുന്നത്. ഇറാനെതിരായ നീക്കങ്ങൾക്ക് ഇറാൻ നൽകുന്ന തിരിച്ചടി ഈ പാതയെ അപകടത്തിലാക്കി. തൽഫലമായി പെട്രോൾ പമ്പുകളേക്കാൾ മുൻപേ ഗ്യാസ് ഏജൻസികൾക്ക് മുന്നിൽ നീണ്ട ക്യൂ പ്രത്യക്ഷപ്പെട്ടു. ഹോർമൂസ് കടലിടുക്ക് അടയുന്നത് ഇന്ത്യയുടെ പാചകവാതക സുരക്ഷയെ നേരിട്ട് ബാധിക്കുമെന്ന് ഈ സാഹചര്യം വ്യക്തമാക്കുന്നു. പെട്രോളിനേക്കാളും ഡീസലിനേക്കാളും LPG വിതരണം പെട്ടെന്ന് തകരാൻ കാരണം ഇന്ത്യയുടെ ഇറക്കുമതി നയമാണ്. ഇന്ത്യ പ്രതിവർഷം ഉപയോഗിക്കുന്ന 31 ദശലക്ഷം ടൺ LPGയുടെ പകുതിയിലധികവും സൗദി അറേബ്യ, ഖത്തർ, UAE തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകൾക്ക് ഹോർമൂസ് കടക്കാതെ ഇന്ത്യയിലെത്താൻ കഴിയില്ല. എന്നാൽ പെട്രോളിനാവശ്യമായ ക്രൂഡ് ഓയിൽ ഇന്ത്യ 40ഓളം രാജ്യങ്ങളിൽ നിന്നും വൈവിധ്യപൂർണ്ണമായി ഇറക്കുമതി ചെയ്യുന്നുണ്ട്. റഷ്യയുമായുള്ള ഇന്ത്യയുടെ വർദ്ധിക്കുന്ന എണ്ണ വ്യാപാരം പെട്രോൾ ഡീസൽ വിപണിക്ക് ഒരു കവചമായി മാറുന്നു. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 70%വും ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിന് പുറത്തുള്ള പാതകളിലൂടെയാണ് വരുന്നത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ വിതരണത്തിന് തടസ്സമില്ലാത്തതിനാൽ ശുദ്ധീകരണശാലകൾക്ക് പെട്രോളും ഡീസലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു. ഇതാണ് റോഡുകളിലെ വാഹനങ്ങൾ ഓടുമ്പോഴും അടുക്കളകൾ പട്ടിണിയിലാകുന്നതിന്റെ പ്രധാന കാരണം. മറ്റൊരു പ്രധാന ഘടകം ഇന്ത്യയുടെ സംഭരണശേഷിയാണ്. ക്രൂഡ് ഓയിലിനായി വിശാഖപട്ടണം, മംഗലാപുരം, പാതൂർ എന്നിവിടങ്ങളിൽ ഇന്ത്യയ്ക്ക് വലിയ ഭൂഗർഭ തന്ത്രപര കരുതൽ ശേഖരമുണ്ട്. ഇത് ആഴ്ചകളോളം ഇന്ധന ലഭ്യത ഉറപ്പാക്കുന്നു. എന്നാൽ LPGയുടെ കാര്യത്തിൽ ഇത്തരം വലിയ കരുതൽ ശേഖരമില്ല. നിലവിലെ LPG ഗുഹകളുടെ ശേഷി വെറും 1,40,000 ടൺ മാത്രമാണ്. ഇത് ഇന്ത്യയുടെ വമ്പിച്ച ആവശ്യകതയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ്.
കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയിലുണ്ടായ LPG വിപ്ലവം ഈ പ്രതിസന്ധിയുടെ ആകം കൂട്ടി. ഉജ്ജ്വല പദ്ധതിയിലൂടെ ഗ്യാസ് കണക്ഷനുകളുടെ എണ്ണം 14 കോടിയിൽ നിന്നും 33 കോടിയായി കുതിച്ചുയർന്നു. വിറകിൽ നിന്നും ഗ്യാസിലേക്കുള്ള ഈ മാറ്റം ആരോഗ്യപരമായി നേട്ടമാണെങ്കിലും വിതരണ ശൃംഖലയിലുണ്ടാകുന്ന ചെറിയൊരു തടസ്സം പോലും കോടിക്കണക്കിന് ആളുകളെ നേരിട്ട് ബാധിക്കുന്ന അവസ്ഥയുണ്ടാക്കി. ഡിമാൻഡ് വർദ്ധിച്ചതും സംഭരണമില്ലാത്തതും LPGയെ കൂടുതൽ ദുർബലമാക്കി. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം സർക്കാർ നിർത്തിവച്ചിരിക്കുന്നു. ഹോട്ടലുകൾക്കും ധാബകൾക്കും ഗ്യാസ് ലഭിക്കാത്തതിനാൽ പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടി. ഖാരകിക ഉപഭോക്താക്കൾക്ക് മുൻഗണന നൽകാനാണ് ഈ നീക്കമെങ്കിലും കരിഞ്ചന്തയിൽ സിലിണ്ടറുകൾക്ക് വൻ വില ഈടാക്കുന്നത് സാധാരണക്കാരെ വലയ്ക്കുന്നുണ്ട്. ഈ ഡിമാൻഡ് ഡ്രിവൺ ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റോർഷൻ വിപണിയിൽ വലിയ അസംതൃപ്തിയുണ്ടാക്കുന്നു. പ്രതിസന്ധി മറികടക്കാൻ ബദൽ മാർഗങ്ങൾ സർക്കാർ തേടുന്നുണ്ട്. അമേരിക്ക, പശ്ചിമാഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നും LPG എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദീർഘദൂര യാത്രയും ഉയർന്ന ഷിപ്പിംഗ് ചെലവും തിരിച്ചടിയാണ്. കൂടാതെ ആഭ്യന്തര റിഫൈനറികളിൽ പരമാവധി LPG വേർതിരിച്ചെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എങ്കിലും ഹോർമൂസിലെ പിരിമുറുക്കം കുറയാതെ പൂർണ്ണമായ പരിഹാരം സാധ്യമല്ല. ഈ പ്രതിസന്ധി ഇന്ത്യയ്ക്ക് നൽകുന്ന പാഠം വ്യക്തമാണ്. ഊർജ്ജ സുരക്ഷയ്ക്കായി LPG സംഭരണശേഷി വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. 2030ഓടെ കൂടുതൽ ഭൂഗർഭ ഗ്യാസ് സംഭരണികൾ നിർമ്മിക്കാനുള്ള പദ്ധതികൾ വേഗത്തിലാക്കണം. മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ അസ്ഥിരതകൾ നമ്മുടെ അടുക്കളകളെ ബാധിക്കാത്ത രീതിയിൽ ഊർജ്ജ സ്രോതസ്സുകൾ കൂടുതൽ വൈവിധ്യപ്പെടുത്തുക എന്നത് ഭാവിയിലേക്കുള്ള പോംവഴിയാണ്. ചുരുക്കത്തിൽ മിഡിൽ ഈസ്റ്റിലെ യുദ്ധസമാനമായ അന്തരീക്ഷവും ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങളും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷാ സംവിധാനത്തിലെ വിടവുകളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പെട്രോളിനും ഡീസലിനും നൽകുന്ന അത്രയും മുൻഗണനയും സംഭരണ സൗകര്യങ്ങളും LPGയുടെ കാര്യത്തിൽ നമുക്കില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഗൾഫ് രാജ്യങ്ങളെ മാത്രം അമിതമായി ആശ്രയിക്കുന്നതും തന്ത്രപര കരുതൽ ശേഖരത്തിന്റെ കുറവും സാധാരണക്കാരന്റെ അടുക്കളകളെ പെട്ടെന്ന് ബാധിക്കുന്നു. ഈ പ്രതിസന്ധി മറികടക്കാൻ ഇന്ധന സ്രോതസ്സുകൾ കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും യുദ്ധകാല അടിസ്ഥാനത്തിൽ LPG സംഭരണശാലകൾ നിർമ്മിക്കുകയും ചെയ്യേണ്ടത് വരുംകാലത്തെ അനിവാര്യതയാണ്. എങ്കിൽ മാത്രമേ വിദേശ രാജ്യങ്ങളിലെ പോരാട്ടങ്ങൾ ഇന്ത്യയിലെ സാധാരണക്കാരന്റെ അന്നത്തെ മുട്ടിക്കാതിരിക്കൂ.